അയോധ്യയിൽ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മാണത്തിനുള്ള അനുമതി സുപ്രീം കോടതി നൽകിയതിന് പിന്നാലെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മുസ്ലിം പള്ളികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നീക്കമാണ് സംഘപരിവാർ സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തിൻ്റെ സുപ്രധാന കേന്ദ്രങ്ങളിലുള്ള മുസ്ലിം പള്ളികൾ പൊളിച്ചു മാറ്റി പകരം ക്ഷേത്രം നിർമ്മിക്കണമെന്ന ട്രെൻഡിന് പുറകെയാണ് ഹിന്ദു സംഘടനകളുള്ളത്. ചില കോടതികൾ ഈ നിലപാടിന് വളം വെച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണനയ്ക്ക് എത്തുമ്പോൾ വരും വരായികൾ നോക്കാതെയുള്ള വിധിയാണ് കോടതിയിൽ നിന്നുണ്ടാകാറുള്ളത്. ഏറ്റവും ഒടുവിലായി മധുരയുമായി ബന്ധപ്പെട്ട ക്ഷേത്ര നിർമ്മിതി കേസാണ് കോടതി പരിഗണിക്കുന്നത്. പുരാണങ്ങളിൽ പറയുന്നത് പ്രകാരം ശ്രീകൃഷ്ണൻ ജനിച്ചത് മധുരയിലാണ്. ഇവിടെയുള്ള മുസ്ലിം പള്ളി നേരത്തെ ഒരു ക്ഷേത്രം പൊളിച്ച് നിർമ്മിച്ചതാണെന്ന് ഹിന്ദു സംഘടനകൾ അവകാശപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിച്ച അലഹാബാദ് ഹൈക്കോടതി ഹിന്ദു സംഘടനകൾക്ക് അനുകൂലമായിട്ടാണ് വിധി പറഞ്ഞത്. എന്നാൽ ശ്രീകൃഷ്ണ ജന്മഭൂമി കേസുമായി ബന്ധപ്പെട്ട് മധുരയിലെ ഷാഹി ഈദ്ഗാഹിൽ സർവേ നടത്താനുള്ള അലഹാബാദ് ഹൈക്കോടതിയുടെ വിധി സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ സുപ്രീം കോടതി. ഷാഹി ഈദ്ഗാഹിന്റെ സർവേക്കായി കോടതി കമ്മീഷണറെ നിയമിക്കണമെന്ന അലഹാബാദ് ഹൈക്കോടതിയുടെ വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തതോടെ ശ്രീകൃഷ്ണ ജന്മഭൂമി കേസിൽ ഹിന്ദുപക്ഷത്തിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. മധുരയിലെ ശ്രീകൃഷ്ണ ജന്മഭൂമി ക്ഷേത്രത്തോട് ചേർന്നുള്ള ഷാഹി ഈദ്ഗാഹി സമുച്ചയത്തിൻ്റെ സർവേ കഴിഞ്ഞ വർഷം ഡിസംബർ 14 അലഹാബാദ് ഹൈക്കോടതി അംഗീകരിച്ചിരുന്നു. ഇതിനെതിരെ മുസ്ലിം വിഭാഗം സുപ്രീം കോടതിയെ സമീപിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു സുപ്രധാന വിധിയുണ്ടായത്. ഈ കേസിൽ ഹൈക്കോടതിയിൽ വാദം തുടരുമെന്നും എന്നാൽ സർവേ നടത്താൻ കോടതി കമ്മീഷണറെ നിയമിക്കുന്നതിന് ഇടക്കാല സ്റ്റേ ഉണ്ടാകുമെന്നും മുസ്ലിം പക്ഷത്തിൻ്റെ ഹർജി പരിഗണിക്കവേ സുപ്രീം കോടതി വ്യക്തമാക്കുകയായിരുന്നു. ഹിന്ദുപക്ഷം നൽകിയ അപേക്ഷയിൽ വ്യക്തതയില്ലെന്ന് സൂചിപ്പിച്ച സുപ്രീം കോടതി നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വ്യക്തമായി പറയണമെന്നും നേതാക്കന്മാരോട് ആവശ്യപ്പെടുകയുണ്ടായി. ഷാഹി ഈദ്ഗാഹിൽ സർവേ നടത്തണമെന്ന് ആവശ്യപ്പെട്ട് അഭിഭാഷകരായ ഹരിശങ്കർ ജെയിൻ, വിഷ്ണു ശങ്കർ ജെയിൻ, പ്രഭാഷ് പാണ്ഡെ, ദേവ്കി നന്ദൻ എന്നിവർ മുഖേനയാണ് അലഹാബാദ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലം മസ്ജിദിന് താഴെയാണെന്നും മസ്ജിദ് ഹിന്ദു ക്ഷേത്രമായിരുന്നുവെന്നതിന് തെളിവുകൾ ഉണ്ട് എന്നതായിരുന്നു ഹർജിയിൽ ആരോപിച്ചത്. അലഹാബാദ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ഹിന്ദു ക്ഷേത്രങ്ങളുടെ പ്രത്യേകതയായ താമരയുടെ ആകൃതിയുള്ള സ്തംഭം അവിടെയുണ്ടെന്ന് ഹിന്ദുപക്ഷത്തിന്റെ അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജെയിൻ വ്യക്തമാക്കുകയാണ് ഉണ്ടായത്. ഇതുകൂടാതെ ഹിന്ദു ദേവതകളിൽ ഒരാളായ ശേഷ്നാഗിന്റെ ഒരു ചിത്രമുണ്ടെന്നും സൂചിപ്പിച്ചിട്ടുണ്ട്. മസ്ജിദിന്റെ തൂണുകളുടെ താഴെ ഭാഗത്ത് ഹിന്ദുമത ചിഹ്നങ്ങളും കൊത്തുപണികളും ഉണ്ടെന്നും കോടതിയെ അറിയിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് അലഹാബാദ് ഹൈക്കോടതി ഹിന്ദു സംഘടനകൾക്ക് അനുകൂലമായി വിധിച്ചത്. ഈ വിധിയാണിപ്പോൾ സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നത്.